ഇത് നിങ്ങൾക്കുള്ളതാണ്, ഒഴിവാക്കരുത്. ജീവിതത്തിൽ വിനയമുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഇതിലും ഭീകരമായിരിക്കും. ഒരിക്കൽ നെബുഖദ്നേസർ എന്ന ശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ടും എൻ്റെ മഹത്വത്തിന് വേണ്ടിയുമാണ് ഇതെല്ലാം പണിതത്. ആ നിമിഷം തന്നെ ദൈവം അദ്ദേഹത്തെ താഴ്ത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു കാട്ടുമൃഗത്തെ പോലെ ജീവിച്ചു. പുല്ലു തിന്നും വെളിയിൽ ഉറങ്ങിയും എല്ലാവരാലും മറക്കപ്പെട്ടവനും തകർന്നവനുമായി. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ അദ്ദേഹം മുകളിലേക്ക് നോക്കി ദൈവത്തെ ബഹുമാനിച്ചപ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സ് തിരികെ വന്നു. അദ്ദേഹത്തിൻ്റെ സിംഹാസനം പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നെ ജോസഫ് ഉണ്ടായിരുന്നു. സ്വന്തം സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവൻ, അടിമയായി വിൽക്കപ്പെട്ടവൻ, ചെയ്യാത്ത കുറ്റത്തിന് തടവിലാക്കപ്പെട്ടവൻ. എന്നാൽ ജോസഫ് വിശ്വസ്തനും വിനയമുള്ളവനുമായിരുന്നു. ഏറ്റവും ഇരുണ്ട അവസ്ഥയിലും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവസരം വന്നപ്പോൾ ദൈവം അവനെ ഉയർത്തി. തടവറയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ജോസഫ് ഈജിപ്തിൽ ഫറവോ കഴിഞ്ഞാൽ രണ്ടാമത്തെയാളായി മാറി. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എന്നാൽ വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. ഇത് നിങ്ങളെ പ്രചോദിപ്പിച്ചോ? എങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മറ്റൊരാൾക്കും ഈ ഓർമ്മപ്പെടുത്തൽ ആവശ്യമുണ്ട്.